ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാമത് വാർഷികം ആയിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാരുമായിട്ട് സംയോജിച്ചാണ് ഈ പരിപാടി അവിടെ നടത്തുന്നത്. പക്ഷേ ഭക്തരുടെ മനസ്സിൽ വിശ്വാസികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു അവസരത്തിൽ, അതായത് ഇലക്ഷനോട് അടുപ്പിച്ച് ഈ ഒരു അവസരത്തിൽ ഇത് നടത്തുന്നത്? ദേവസ്വം ബോർഡിൻ്റെ വാർഷികം എന്നത് മാത്രമാണോ ഇതിലെ ഒരു കാര്യം, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? CPM-ന് ഹിന്ദുക്കളോടുള്ള പൊതുവെയുള്ള ഒരു സമീപനമുണ്ടല്ലോ, അതിലെന്തെങ്കിലും മാറ്റം വന്നതായിട്ടാണോ ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്, അതോ അവരുടെ പരമ്പരാഗതമായ സമീപനം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? എന്തുകൊണ്ടാണ് ശബരിമല തന്നെ ഇങ്ങനൊരു ആഘോഷത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നു? ഇത് ശബരിമലയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആഗോള സംഗമത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാത്തിനും മീതെ അല്ലെങ്കിൽ പുറമെ സനാതനധർമ്മ വിരോധികളായിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഗൂഢ ഉദ്ദേശം എന്താണ്? ഇത് അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഈ സർക്കാർ നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രധാനമായും ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് എന്നുള്ളതാണ്. ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാർ നടത്തിയത്. അപ്പോൾ സ്ത്രീ പ്രവേശനത്തിനെ പുകമറയാക്കി സർക്കാർ അന്ന് നടത്തിയ ഒരു ഹൈന്ദവ വേട്ടയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് നേരെ നടത്തിയിട്ടുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അതിക്രമം, നരനായാട്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിലും ഒരു ആരാധനാലയം ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ ഒരു ഗവൺമെൻറ് അവിടേക്ക് വരുന്ന ഭക്തന്മാരെ അതല്ലെങ്കിൽ വിശ്വാസികളെ വേട്ടയാടുക എന്ന് പറയുന്ന ഒരു നിലപാട് മറ്റൊരു സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയേറെ അവിടുത്തെ വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങളിൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ തർക്കങ്ങളുണ്ടാകാം, തർക്കങ്ങളുടെ പേരിൽ ആരാധനാലയങ്ങൾ അടച്ചിടുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അതൊക്കെ അവിടുത്തെ ഭക്തർ തമ്മിലുള്ള തർക്കമായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ തമ്മിലുള്ള തർക്കമായിരിക്കാം. ഇതങ്ങനെ ആയിരുന്നില്ല. ഇത് ഒരു സർക്കാരും മുഴുവൻ വിശ്വാസികളും തമ്മിൽ നടന്നൊരു പ്രശ്നമായിരുന്നു. അത് കേവലം സർക്കാരിൻ്റെ ഒരു പിടിവാശിയുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ്. അതായത് അതിനൊരു അജണ്ടയുണ്ടായിരുന്നു. ശബരിമലയെ തകർക്കുക, ശബരിമലയുടെ പവിത്രതയെ തകർക്കുക, ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കുക, ശബരിമലക്ക് ആഗോളതലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രസക്തിയെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിന് അന്ന് സർക്കാർ ശ്രമിച്ചു. അതിൽ ഒരു പരിധിവരെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഭക്തന്മാർക്ക് നേരെ ശക്തമായിട്ടുള്ള പോലീസ് നടപടികളുണ്ടായി. എല്ലാ തരത്തിലും ഒരു മണ്ഡലകാലം മുഴുവൻ, ഏതാണ്ട് ഒരു വർഷക്കാലം മുഴുവൻ സർക്കാർ, ഒരു മണ്ഡലകാലത്തിലെ വൃശ്ചിക മാസത്തിലും മകരവിളക്ക് വരെയുള്ള കാലഘട്ടം മാത്രമല്ല, ആ വർഷത്തിലെ എല്ലാ മാസപൂജകളിൽ പോലും തർക്കങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നിരന്തരമായി ഭക്തർക്ക് വിശ്വാസികൾക്ക് സർക്കാരിൻ്റെ തെറ്റായൊരു നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി, വിശ്വാസ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അത് ശബരിമലയിൽ മാത്രമല്ല, എരുമേലിയിലോ നിലക്കലിലോ പമ്പയിലോ സന്നിധാനത്തോ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ആ തരത്തിൽ വിശ്വാസികൾക്ക് സംഘടിക്കുകയും സർക്കാരിനെതിരെ ഇതിൽ പ്രതിഷേധിക്കേണ്ടിയും സാഹചര്യമുണ്ടായി. അന്ന് സർക്കാർ ചെയ്തത്, ഞങ്ങൾ വിശ്വാസ സംരക്ഷണത്തോടൊപ്പം തന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലിംഗസമത്വത്തിന് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കോടതി വിധിയില്ല, അങ്ങനെ ഒരു നടപടിയില്ല. പക്ഷെ സർക്കാർ അതിനെ കാണുന്നത് ഇത് മറ്റാരുടെയോ പ്രേരണ ആരുടേതാണ് എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവരുടെ ടാഗിങ് തന്നെ സ്ത്രീ പ്രവേശനം എന്നുള്ള അത് തന്നെ തെറ്റാണ് ലോജിക്കലി. കാരണം ഈ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്, യുവതീ പ്രവേശനം എന്നാണ് അത് പറയേണ്ടത്. പക്ഷെ അവിടെ പലപ്പോഴും എന്തോ നവോത്ഥാനമൊക്കെ ചെയ്യുന്നത് പോലെ സ്ത്രീ പ്രവേശനം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോഴും ക്രിസ്ത്യൻ പള്ളികളിൽ ഈ പറയുന്ന അവിടെ ഇതിനകത്ത് എന്താ പറയുക, ആൾത്താരയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമേ ഇല്ല. അതിനെ പറ്റിയൊന്നും ഇവർക്ക് യാതൊരു ഇതുമില്ല. കേരളത്തിൽ ഇത്രയും ക്ഷേത്രങ്ങളുള്ളതിൽ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് വരുന്ന യുവതികൾ എന്ന് തന്നെ പറയാം, യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഇവരെ എന്തോ ഒരു വലിയ നവോത്ഥാന നായകരൊക്കെ ആക്കി മാറ്റുന്നത്.
അല്ല, അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്, ആചാരങ്ങളുടെ കാര്യമായിട്ടുള്ള വിഷയങ്ങളാണ്. അങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് പാലിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് പോകാനാണല്ലോ സമൂഹം നിലനിൽക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിലെ നിലവിലെ സാഹചര്യങ്ങൾക്ക് യോജിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പരിഷ്കരണം ഉണ്ടാകണം, മാറ്റമുണ്ടാകണം. അതൊക്കെ കാലാനുസൃതമായി സമൂഹം ആവശ്യപ്പെടുകയും സമൂഹത്തിൽ തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സതി നിരോധിക്കപ്പെട്ടില്ലേ നമ്മുടെ രാജ്യത്ത്? അപ്പോൾ അങ്ങനെ എത്രയോ ആചാരങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ആചാരം തിരുത്തുന്നതിൻ്റെ ഭാഗമായിരുന്നില്ല സർക്കാർ നിലപാട്. അങ്ങനെയാണെങ്കിൽ ലിംഗസമത്വത്തെക്കുറിച്ചാണെങ്കിൽ, യുവതീ പ്രവേശനത്തെക്കുറിച്ചാണെങ്കിൽ, യുവതികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്ത സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് അതുണ്ടാവണ്ടേ? പാർട്ടിയിൽ ഈ ലിംഗസമത്വം ഉണ്ടാവണ്ടേ? പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിലോ അഖിലേന്ത്യാ തലത്തിലോ ഈ നേതൃത്വം കൊടുത്ത CPM CPI അടക്കമുള്ള പാർട്ടികളിൽ എപ്പോഴെങ്കിലും ഒരു വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ? വനിതാ പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവരുടെ എല്ലാം പാർട്ടിക്കകത്ത് പോലും നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു വലിയ വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വിശ്വാസത്തെ ഹനിക്കുക, വിശ്വാസത്തെ എതിർക്കുക എന്നതായിരുന്നു. അതിൽ പ്രധാനമായും കാണേണ്ടത് ഇപ്പോൾ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ എന്താണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കിട്ടാതിരുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് വിശ്വാസികളുടെ വോട്ട് ബാങ്കാണ്. ആ വിശ്വാസികളുടെ വോട്ട് ബാങ്കിന് തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കാം? പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ താഴെ തട്ടിലുള്ള വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാം? അതിന് ഏത് തരത്തിലുള്ള പ്രചരണം ഉണ്ടാകണം? ഇപ്പോൾ എന്താ നടക്കുന്നത്? അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു. സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നു. ആരെതിർക്കുന്നു? അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന ആളുകളെല്ലാം ശബരിമല വിരോധികളാകാനുള്ള പ്രചരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആരും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നില്ല. ഒരു സംഘടനയും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നില്ല. പക്ഷെ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് എന്തിന്റെ പേരിലാണ്? സ്റ്റാലിൻ അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലാണ്. അതായത് വിശ്വാസത്തെ നിഷേധിക്കുന്ന, വിശ്വാസികളെ അപഹസിക്കുന്ന, വിശ്വാസികളെ എല്ലാ തരത്തിലും നികൃഷ്ട സംവിധാനമായി കാണുന്ന ഒരു പ്രചരണം നടത്തുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ആ പാർട്ടിയും. ഇപ്പോൾ DMK എന്നുള്ള പാർട്ടി സനാതനധർമ്മത്തെയും ഹൈന്ദവധർമ്മത്തെയും ക്ഷേത്രാചാരങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ നേതൃത്വത്തെ പങ്കെടുപ്പിക്കുന്നു, നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലക്കല്ല, സ്റ്റാലിൻ വരുന്നത് DMKയുടെ നേതാവ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ DMKയുടെ നിലപാട് എന്താണ്? എക്കാലത്തും ഹൈന്ദവ വിരുദ്ധതയാണ് കാലാകാലങ്ങളായി. അത് കരുണാനിധിയുടെ കാലഘട്ടത്തിലുള്ള അഭിപ്രായമാണെങ്കിലും ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലുള്ള അഭിപ്രായമാണെങ്കിലും, ശ്രീ കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെങ്കിലും, ശ്രീ സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനും അടക്കമുള്ള ആളുകളുടെ അഭിപ്രായമാണെങ്കിലും ഒക്കെ ഹൈന്ദവ വിരുദ്ധതയുടെ പര്യായമാണ് ആ പാർട്ടി. അങ്ങനെയുള്ള ആളുകളുടെ നേതൃത്വം പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ കേരളത്തിലെ ഒരു സംഘടനയുടെ കാര്യം കൂടെ പറയാനുണ്ട് ഇതിനോട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ പരാതിയുമായി പോയിരുന്നു. അതായത് അവരുന്നയിക്കുന്നത് ഇതെല്ലാം ഒരു പണം സ്വരൂപിക്കാനുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണ്, ഇത് അതിനുവേണ്ടി ദേവസ്വത്തിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുമായിട്ട് നേരത്തെ ഇടഞ്ഞു നിന്നിരുന്ന NSS ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അവർക്ക് ആര് വന്നാലും, സനാതന വിരുദ്ധർ വന്നാലും കുഴപ്പമില്ല, ഒന്നുമില്ല, അവർക്ക് ഈ പരിപാടി നടക്കുന്നതിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരുന്നത്? എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ? അതിലെന്തെങ്കിലും എന്താണ് സാറിന് അതിൽ തോന്നുന്നത്? അത് നമുക്ക് അങ്ങനെ ഒരു ഈ സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് അവർ ഓരോരോ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് നമുക്ക് പൊതുവായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ആ സംഘടനകളെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള വിഷയം എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് സർക്കാരുമായി ബന്ധപ്പെട്ടതാണോ, അതിന് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ, അതിന് മറ്റാരെങ്കിലും വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ എന്നുള്ളതൊക്കെ അവർ അഭിപ്രായം പറയട്ടെ. അതിലൊന്നും പ്രസക്തിയില്ല. പക്ഷെ പ്രസക്തിയുള്ളത് വിശ്വാസത്തെ എതിർക്കുന്ന ആളുകൾ, നിരന്തരമായി നിരാകരിക്കുന്ന ആളുകൾ, അതിനെ ചവിട്ടിമെതിക്കുന്ന ആളുകൾ, അതിനെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ആളുകൾ, വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന ആളുകൾ, അവർ ഇതിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇതിൽ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, വിശ്വാസത്തെ വ്യാപാരവൽക്കരിക്കുക, വിശ്വാസത്തെ വ്യവസായവൽക്കരിക്കുക, വിശ്വാസത്തെയും ആചാരങ്ങളെയും എല്ലാം തന്നെ പണം നേടാനുള്ള മേഖലയാക്കി മാറ്റുക. അത് ചെറിയ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് പണം സ്വരൂപിക്കാനുള്ള, അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു മേഖലയായി അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത് വിശ്വാസി സമൂഹം ശക്തമായി എതിർക്കും എന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത്? അതുകൊണ്ടാണല്ലോ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടക്കാൻ പോകുന്ന പരിപാടിക്കെതിരെ
ശക്തമായിട്ടുള്ള സാമൂഹിക പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളമാണ് അതിൽ സുതാര്യത ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് കാര്യത്തിലാണ് സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നത്, സർക്കാർ അതിൽ കൈയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡ് നടത്തുന്നു, ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, സർക്കാർ പദ്ധതിയാണ് ദേവസ്വം ബോർഡിലൂടെ നടപ്പാക്കുന്നത്. ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നതിന് സർക്കാർ പിന്തുണയ്ക്കുകയില്ല. സർക്കാരിൻ്റെ അജണ്ട ദേവസ്വം ബോർഡിലൂടെ പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത്രയേ ഉള്ളൂ അതിനുള്ള പ്രധാനപ്പെട്ട വിഷയം.